We shall now discuss about friction. Friction is a contact force. അതായത് രണ്ട് സർഫസുകൾ കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് ഈ ഫോഴ്സ് ഉണ്ടാവുന്നത്. When a body moves or tends to move over the surface of another body, the force opposing their relative motion is called friction. അപ്പോൾ friction opposes the relative motion between the bodies. Opposes the relative motion between two bodies. ഒരു ബോഡി മറ്റൊരു സർഫസിൻ്റെ മുകളിൽ നീങ്ങാൻ തുടങ്ങുമ്പോൾ മൂവ് ചെയ്യുക അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ ആ റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള രണ്ട് സർഫസ് ആണെങ്കിൽ പോലും അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മോളിക്കുലാർ സ്കെയിലിൽ സർഫസ് ഇറഗുലാരിറ്റീസ് ഉണ്ടാവും, ഹിൽസ് ആൻഡ് വാലീസ് ഉണ്ടാവും ഇങ്ങനെ. അപ്പോൾ ഇത് രണ്ട് സർഫസിലുള്ള ഹിൽസും വാലീസും കൂടെ ഒരു ഇന്റർലോക്കിംഗ് നടന്നിട്ടാണ്, ഇത് ഒരു സർഫസ് ആണ് വിചാരിക്കുക, ഇത് വേറൊരു സർഫസ്, ആ ഇന്റർലോക്കിംഗ് ഓഫ് ദി ഹിൽസ് ആൻഡ് വാലീസ് ഓർ ദി സർഫസ് ഇറഗുലാരിറ്റീസ് കാരണമാണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് ടാൻജൻഷ്യൽ ടു ദ സർഫസസ് ഇൻ കോണ്ടാക്ട്. ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞാൽ പാരലൽ, ടാൻജൻഷ്യൽ ടു ദ ടു സർഫസസ്. ഈ രണ്ട് സർഫസ് മൂവ് ചെയ്യുമ്പോൾ അതിന് പാരലൽ ആയിട്ടാണ്, ടാൻജൻഷ്യൽ ആയിട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാരലൽ ഓർ ഇറ്റ് ഈസ് ടാൻജൻഷ്യൽ ടു ദ സർഫസസ് ഇൻ കോണ്ടാക്ട് ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സർഫസ് ഇറഗുലാരിറ്റീസ് അറ്റ് മോളിക്കുലാർ സ്കെയിൽ. ഇനി പലതരത്തിലുള്ള ഫ്രിക്ഷൻ ഉണ്ട്. First we shall discuss about static friction. Static friction. It is a frictional force acting between two surfaces before the relative motion actually starts. ശരിക്കും മൂവ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ്, അത് സ്റ്റാറ്റിക് ആയിരിക്കുമ്പോഴുള്ള ഫോഴ്സാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസസ് എ റിലേറ്റീവ് മോഷൻ, അത് കൂടുന്ന സമയത്ത് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൂടുന്നു. എന്നിട്ട് ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കാരണം മോഷൻ ഈസ് പ്രിവെൻറ്റഡ്. പക്ഷെ നമ്മൾ വീണ്ടും എക്സ്റ്റേണൽ ഫോഴ്സ് കൂടുകയാണെങ്കിൽ ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ will reach its maximum value. Maximum value of static friction is called limiting friction. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇപ്പോൾ നമ്മൾ ഒരു സാധനത്തിനെ, ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധനത്തിനെ നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇപ്പോൾ മൂവ് ചെയ്യുന്നില്ല അല്ലെ, എക്സ്റ്റേണൽ ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൂടുന്നു. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ also increases and it prevents motion, but this static friction cannot be increased beyond a maximum value at which the body starts to move. അപ്പോൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ the body will start to move. അതായത് the external force is greater than the static friction. ആ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന് പറയുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ അതിനെ നമ്മൾ FS എന്ന് എഴുതിയിട്ട് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, മാക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ FMS. പല രീതിയിൽ സ്റ്റാറ്റിക് ലിമിറ്റിംഗ് ഫ്രിക്ഷനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക്, ഇനി വി ഷൽ നൗ ഡിസ്കസ് ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, limiting value of static friction or maximum value of static friction is independent of the area of contact. അപ്പോൾ രണ്ട് സർഫസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എത്ര ഏരിയ കോണ്ടാക്റ്റിൽ വരുന്നുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓർ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നോർമൽ റിയാക്ഷൻ അല്ലേ. ഇപ്പോൾ നമ്മളൊരു സർഫസിൽ, ഇങ്ങനെയുള്ള ഒരു സർഫസിൽ ഒരു ബോഡിനെ വെച്ച് കഴിഞ്ഞാൽ ആ ബോഡിൻ്റെ വെയിറ്റ് താഴത്തേക്ക്, mg എന്നുള്ള വെയിറ്റ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നു. പക്ഷേ ഈ ബോഡി ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം ഈ സർഫസ് ഈസ് എക്സേർട്ടിങ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോഴ്സ് ഇൻ ദ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഈ വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണെങ്കിൽ വെർട്ടിക്കലി അപ്വേർഡ്സ് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ the maximum value of static friction or limiting friction is directly proportional to normal reaction. FMS എന്ന് എഴുതാം, അല്ലെങ്കിൽ FS എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ മാക്സ് എന്ന് എഴുതാം. That is equal to μSn, where μS is a constant called the coefficient of static friction. μS is called the coefficient of
ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാം. അപ്പോൾ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് the maximum static friction or the limiting friction is independent of the area of contact and is directly proportional to the normal reaction. Normal reaction എന്ന് പറഞ്ഞാൽ എത്രയാണത്? Equal to mg. എപ്പോഴും നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ബോഡി. വെയിറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഇനി mu s is called the coefficient of static friction. Now if the external force applied is less than limiting friction, അപ്പോൾ നമുക്ക് FMS എന്ന് എഴുതുന്നതിന് പകരം ഈ FS എന്നുള്ളത് ഇറ്റ് ഈസ് ലെസ് ദാൻ ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അങ്ങനെ ആവുമ്പോൾ എങ്ങനെ എഴുതാം? FS ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെ, ഇതിന്റെ മാക്സിമം വാല്യൂ ആണ് FMS. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു FMSന് പകരം എന്ത് എഴുതാം? μs എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നമ്മൾ ആദ്യം എഴുതിയത് ഇറ്റ് ഈസ് എ ലോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓർ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു നോർമൽ റിയാക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ ലോ പറയുമ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് ആൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഇനി എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണെങ്കിൽ അപ്പോൾ ആക്ട് ചെയ്യുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് അല്ലേ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കുറഞ്ഞ വാല്യൂ ആണ്, അതുകൊണ്ടാണ് ലെസ് ദാൻ ഈക്വൽ ടു എന്ന് എഴുതിയത്. ഇനി ആ ബോഡി നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് കൂട്ടി ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ ഈ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ബോഡി മൂവ് ചെയ്യുമ്പോഴും അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് കോൾഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. ബോഡി മൂവ് ചെയ്യുന്ന സമയത്തും ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ ഓർ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, കൈനറ്റിക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സർഫസിൻ്റെ മീതെ മറ്റൊന്ന് മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് വരുന്ന ഫ്രിക്ഷനാണ് kinetic friction, which it is a frictional force that comes into play when there is relative motion between the two surfaces and it is less than the static friction. കുറവാണ് kinetic friction. Law of kinetic friction എന്ന് പറഞ്ഞാൽ kinetic friction is independent of the area of contact and is directly proportional to normal reaction. So Fk equal to mu k into n, where mu k is a constant called the coefficient of kinetic friction. Fk equal to mu kn. ഇനി സ്ലൈഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു സാധനത്തിന് മറ്റൊന്നിൻ്റെ മീതെ നമ്മൾ ഉരസുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റോൾ ചെയ്യാം അല്ലെ. ഗ്യാസ് സിലിണ്ടറൊക്കെ നമ്മൾ ഉരുട്ടി കൊണ്ടുപോവുക ചെയ്യുക, അല്ലാതെ വലിച്ച് നിരക്കി കൊണ്ടുപോകുന്നതിനേക്കാൾ എളുപ്പം ഉരുട്ടി കൊണ്ടുപോകുന്നതാണ്. കാരണം എന്താണ്? റോളിങ്ങിൻ്റെ സമയത്തുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഇറ്റ് ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ when one body rolls over another, the frictional force that comes into effect is called rolling friction and it is less than sliding friction. Therefore it is easier to roll a body than to slide it. അപ്പോൾ ഈ മൂന്ന് ലോസും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ, ഇത് മൂന്നും പഠിക്കണം. ഇനി ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നെസസറി ഈവൾ. It is a necessary evil. It is a necessity എന്ന് പറഞ്ഞാൽ it has many advantages. It is evil എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? It has many disadvantages. അപ്പോൾ ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസ് നമുക്കറിയാം അല്ലേ. നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ബ്രേക്ക് ഇട്ട് വണ്ടി നിൽക്കാൻ കാരണം ഇറ്റ് ഈസ് എ ഫ്രിക്ഷൻ ബിറ്റ്വീൻ റോഡ് ആൻഡ് ടയർ. വണ്ടിനെ സ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ, സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗ്ലാസി സർഫസ് ആണെങ്കിൽ പിന്നെ അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്രിക്ഷൻ ഈസ് മെയ്ഡ് യൂസ് ഓഫ് ഇൻ ബ്രേക്സ് ടു സ്ലോ ഡൗൺ ഓർ സ്റ്റോപ്പ് വെഹിക്കിൾസ്. അതുപോലെ നമുക്ക് ഗ്രൗണ്ടിൽ നടക്കാൻ പറ്റുന്നത് വി ആർ ഏബിൾ ടു വാക്ക് ഡ്യൂ ടു ഫ്രിക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ തെന്നിപ്പോവും. പിന്നെ വെഹിക്കിൾസ് കനോട്ട് മൂവ് ഓൺ എ സ്ലിപ്പറി റോഡ്. അപ്പോൾ ആ ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണമാണ് വെഹിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. So these are the advantages of friction. ഇനി disadvantages എന്താണ്? When there are moving parts in a machinery. അപ്പോൾ ഈ മൂവിങ് പാർട്സിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷൻ ഈസ് എ ഹിൻഡ്രൻസ്. അവിടെ ഒരു തടസ്സമാണ് ഫ്രിക്ഷൻ. അപ്പോൾ ഈ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് വേസ്റ്റഡ് ടു ഓവർകം ഫ്രിക്ഷൻ ആൻഡ് ദാറ്റ് വിൽ അപ്പിയർ ആസ് ഹീറ്റ് ആൻഡ് ദിസ് വിൽ റെഡ്യൂസ് ദ എഫിഷ്യൻസി ഓഫ് എ മെഷീൻ.
പിന്നെ മൂവിങ് പാർട്സ് ഇങ്ങനെ തമ്മിൽ ഉരസുന്ന സമയത്ത് ഇറ്റ് വിൽ കോസ് വെയർ ആൻഡ് ടയർ, തേയ്മാനം ഉണ്ടാവും അല്ലെ, വെയർ ആൻഡ് ടയർ, തേയ്മാനം ഉണ്ടാവുന്നു. മൂവിങ് പാർട്സ് ന്റെ തേയ്മാനം ഉണ്ടാവുന്നു ഫ്രിക്ഷൻ കാരണം. ഫ്രിക്ഷൻ കോസസ് വെയർ ആൻഡ് ടയർ ഓഫ് ദി മൂവിങ് പാർട്സ് ഓഫ് എ മെഷീൻ ആൻഡ് a large amount of energy is required to overcome friction, and that energy is appearing as heat that will reduce the efficiency of a machine. ഇപ്പോൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറ്? മെഷീനുകളിൽ എണ്ണയിടും അല്ലെ, ലൂബ്രിക്കേഷൻ നമ്മൾ ചെയ്യുന്നത്, ലൂബ്രിക്കേഷൻ ചെയ്യും. അപ്പോൾ ആ പാർട്സ് തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയും. ഓയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഗ്രീസ് ഉപയോഗിക്കാം. ഇനി ചില സ്ഥലങ്ങളിൽ സോളിഡ് ലൂബ്രിക്കൻ്റ് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. Graphite is a good lubricant. പിന്നെ compressed air provides an elastic cushion between moving parts. ചില സ്ഥലങ്ങളിൽ we are using compressed air and it provides an elastic cushion between moving parts. അതേപോലെ ഫാനിലൊക്കെ നമ്മൾ ബോൾ ബെയറിങ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ബോൾ ബെയറിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ട് പാർട്സ് തമ്മിൽ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ബോൾസ് നമ്മൾ പ്ലേസ് ചെയ്താൽ ഇത് രണ്ടിനും മൂവ് ചെയ്യാൻ എളുപ്പമാവും. കാരണം റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ്. അപ്പോൾ എനർജി വേസ്റ്റേജ് ഓർ പവർ വേസ്റ്റേജ് ഈസ് റെഡ്യൂസ്ഡ്. So using ball bearings between moving parts of a machine will reduce friction between them.